SIT ആശുപത്രിയിൽ 3 മണിക്കൂർ വൈദ്യുതി ഇല്ലാതിരിക്കുക. പ്രസവ വാർഡിലടക്കം മൊബൈൽ വെളിച്ചത്തിൽ ഡോക്ടർമാർ പ്രസവം അറ്റൻഡ് ചെയ്യുക. ആലോചിച്ച് നോക്കൂ, മെഴുകുതിരി വെട്ടത്തിൽ അല്ലെങ്കിൽ മൊബൈൽ വെളിച്ചത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് 3.5 മണിക്കൂർ നേരം കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രി ഇരുട്ടിൽ കഴിയുക. SIT ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് വൈദ്യുതി നിലച്ചിട്ട് രാത്രി 10:30 മണിക്കാണ് അത് വന്നത്. ആ സമയത്തിനിടയിൽ നടന്ന പ്രസവങ്ങൾ, ആ സമയത്ത് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലടക്കം ICUവിലടക്കം കിടന്ന രോഗികൾ, ഫ്രിഡ്ജുകൾ ഒന്നും പ്രവർത്തിച്ചില്ല. രക്തം ഉൾപ്പെടെ സൂക്ഷിച്ചിരിക്കുന്ന ഫ്രിഡ്ജുകൾ എല്ലാം നിശ്ചലമായി. ജനറേറ്റർ പ്രവർത്തിച്ചില്ല. ഇതിന് കാരണമായി പറയുന്നത് അവിടുത്തെ ജനറേറ്റർ നോക്കുന്നത് PWD എഞ്ചിനീയറിംഗ് വിഭാഗമാണെന്നും വൈദ്യുതി ബോർഡിനതിൽ നേരിട്ട് ബന്ധമില്ലെന്നും കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായതുകൊണ്ട് ഇരുകൂട്ടരും തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലാതായിപ്പോയുമെന്ന്. കാരണം എന്തുതന്നെ ആയിക്കോട്ടെ, മരണവുമായി മുഖാമുഖം കണ്ടു കിടക്കുന്നവരും പുതുജന്മങ്ങൾക്ക് വേണ്ടി കാത്തുകിടക്കുന്ന ഗർഭിണികളും ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളും എല്ലാമുള്ള ഒരു ആശുപത്രിയിൽ ഒരു കാരണവശാലും വൈദ്യുതി ഇത്തരത്തിൽ തടസ്സപ്പെടാൻ പാടില്ല. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞത് അത് ഉടൻ പരിഹരിക്കുമെന്നാണ്. അദ്ദേഹം പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടത്. രോഗികളുടെ കൂട്ടുകെട്ടുകാരും ബന്ധുക്കളും പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ സംഘർഷമാണ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. പരസ്പരം കാണാനാകാത്ത, പോലീസിന് ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത, രോഗികൾക്ക് ആശുപത്രിക്കകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വളരെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ 3.5 മണിക്കൂർ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി ഇരുട്ടിൽ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിനും ന്യായീകരിക്കാവുന്ന ഒന്നല്ലേ. കാരണങ്ങൾ പറഞ്ഞ് ഒഴിയാം, പക്ഷേ ഈ 3.5 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്ന ഗർഭിണികളായ സ്ത്രീകളും പ്രസവം കഴിഞ്ഞ സ്ത്രീകളും നവജാത ശിശുക്കളും എല്ലാം അക്ഷരാർത്ഥത്തിൽ അലമുറയിട്ട് കരയുകയായിരുന്നു. പതിവ് പോലെ നമ്മുടെ ആരോഗ്യമന്ത്രി ഈ സമയത്തൊന്നും പ്രതികരിച്ചില്ല. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി മാത്രമാണ് പ്രതികരിക്കാനെങ്കിലും മുന്നോട്ട് വന്നത്. അവസാനം നഗരസഭ വൈസ് ചെയർമാൻ ആണ് ധൈര്യസമേതം ആ സംഘർഷ രംഗത്ത് വന്ന ഏക നേതാവ്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പതിവ് പോലെ യോഗം വിളിക്കുകയും കർശന നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.